മടവൂർ ശൈഖുന ഉണ്ടാക്കിയതാണ് ഈ പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. മടവൂർ ശൈഖുനാന്റെ പണി ഓരോ സംഘടന ഉണ്ടാക്കലാണ്. അപ്പൊ ആളുകളെ പറഞ്ഞു ധരിപ്പിക്കുക ഇത് മടവൂർ ശൈഖുനാന്റെതാണ്, CM വലിയുള്ളാഹിയുടെ ആശീർവാദമുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ ആളാണ് മൂപ്പര്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുരുവട്ടൂരികൾ ഓരോ കവലകളിലും പ്രസംഗിച്ച് സമയം തികയ്ക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് തന്നെ യാതൊരു പിടുത്തം ഉണ്ടാവില്ല. കാരണം ഇത് ഒരു 4:30 മണിക്കാണ്ട് ചാട്ടാക്കി കഴിഞ്ഞാൽ 10 മണിക്ക് അവസാനിക്കുന്നത് വരെ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നൊന്നും ഒരു നിശ്ചയവും ഇവർക്കില്ല. സ്റ്റേജിൽ കയറിയിട്ട് വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ മാതിരി ഈ 3 ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ സമയം തികക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മുകളിൽ കേട്ടല്ലോ, 1989 കാലഘട്ടങ്ങളിൽ സമസ്തക്കുള്ളിൽ ഉണ്ടായിരുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പയോടും അതുപോലെ ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവർകളോടും ശൈഖുന CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ എന്താണ് പറഞ്ഞത് എന്ന് ഇവരുടെ ശൈഖാണ് എന്ന് പറയപ്പെടുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി പറയുന്നത് തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മഹാനായ ശൈഖുന സയ്യിദുന താജുൽ ഉലമ സയ്യിദ് അവർകൾ, ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവർകൾ, ഈ മഹാന്മാരുടെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ശൈഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബീബക്രിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ നാട്ടിലൊക്കെ ശൈഖുന വന്നിട്ടുണ്ട്. ഈ നാട്ടിലൊക്കെ ശൈഖുന ഖുതുബുൽ ആലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. മഹാനായ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നിങ്ങൾക്കൊക്കെ അറിയാം. സമസ്തയുടെ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുതുബുൽ ആലം പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായല്ലോ. ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പയെയും സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവർകളെയും നമുക്ക് ഏൽപ്പിച്ചു തന്നത് ശൈഖുന CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളാണ് എന്ന് ഇവരുടെ ശൈഖാണെന്ന് പറയപ്പെടുന്ന ഈ അബ്ദുള്ള മൗലവി പറയുന്നു. എന്നിട്ട് വീണ്ടും നൗഷാദ് ഇതിനെതിരെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ശംസുൽ ഉലമയുമായാണ് മഹാനരായ ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കമുള്ള ആ കാലത്തുള്ള ഔലിയാക്കന്മാരൊക്കെയും ബന്ധപ്പെട്ടത്. ഇവന്റെ ശൈഖ് പറയുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പയെയും സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെയും നമുക്ക് ഏൽപ്പിച്ചു തന്നത് ശൈഖുന CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളാണ് എന്ന് മാത്രമല്ല, ഈ ശൈഖിന്റെ വാപ്പയോടടക്കം ഒരുപാട് ആളുകളോട് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞത് ദീന് പറയാൻ ഞാൻ APയെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരെ കൂടെ കൂടിക്കോളി എന്നാണ്. അപ്പോ CM വലിയുള്ളാഹി ഒക്കെ ആരെ കൂടെയായിരുന്നു എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷെ ഇപ്പോ മുരീദ് പറയുന്നത് എന്തിനാണ് എന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു ഒപ്പിച്ച് അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പറ്റി ഒരു പിടുത്തുണ്ടാക്കാം എന്ന് കരുതിയിട്ടാണ്. പല വാതിലുകളും മുട്ടി നോക്കിയിട്ടുണ്ട്, എവിടെയും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി ഇവിടെ എങ്ങനെയെങ്കിലും ഒരു പിടുത്തം കിട്ടുമോ എന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും നൗഷാദ് തന്നെ ഈ അടുത്ത് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ശംസുൽ ഉലമയുടെ ത്വരീത്ത് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാർ വന്ന ഹദറത്തേതാ? അത് ശൈഖുനയുടെ തിരുഹദറത്താണ്. പോരാ, ഉള്ളാൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ചു മാറി നിൽക്കണമോ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാറിലല്ലേ എത്തിയത്? അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ നയിച്ചത്. ഇനി ഇവന്റെ അസുഖം എന്താണ് എന്ന് ഇത് കേൾക്കുന്ന ആളുകൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഇവൻ പറയുന്നതാണെങ്കിലോ എല്ലാ മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാ പറയുന്നത്. നേരത്തെ ആദർശ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞത്. ഷെയ്ഖ് അടുത്ത് സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്, മശായിഖന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് ഈ പറഞ്ഞിരുന്നത്. ഷെയ്ഖ് പറഞ്ഞ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഇവൻ പറഞ്ഞത് മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ചു. പക്ഷെ ഇപ്പൊ കിട്ടിയത് ഏത് മശായിഖിന്റെ അടുത്തു നിന്നാണെന്നുള്ളത് നമുക്കറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇവന്റെ അസുഖം വേറെയാണ്. ആ അസുഖത്തിനെ തൊട്ട് അള്ളാഹു മുഴുവൻ ആളുകളെയും കാത്തു രക്ഷിക്കട്ടെ. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.